ആലുവ ഗ്യാരേജ് റെയിൽവേ ഗേറ്റിന് സമീപം റോഡിലെ വെള്ളക്കെട്ടിൽ നീന്തി കളിച്ചുകൂട്ടി. വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്താണ് ഇതര സംസ്ഥാന ബാലന്റെ റോഡിലെ നീന്തൽ. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലുവ കാർമൽ റോഡ്, ഗ്യാരേജ് കാർമൽ റോഡ് എന്നാണ് റോഡിന്റെ പേര്. രാവിലെ മുതൽ ശക്തമായ മഴയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഈ റോഡിന്റെ പല ഭാഗത്തും. അവിടേക്കാണ് ഈ ഇതര സംസ്ഥാനക്കാരുടെ മകൻ എത്തി. ഏകദേശം 3-4 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ റോഡിലെ ആ വെള്ളക്കെട്ടിൽ നീന്തി കളിക്കുന്നതാണ് കണ്ടത്. അവിടെ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. പ്രത്യേകിച്ച് ആലുവ നഗരത്തിലേക്കൊക്കെ എത്തുന്ന വാഹനങ്ങൾ അതുവഴിയാണ് പ്രധാനമായി എത്തുന്നത്. ആ റോഡിലാണ് കുട്ടി ഇങ്ങനെ ഈ വെള്ളക്കെട്ടിൽ നീന്തി കളിച്ചത്. പിന്നീട് നാട്ടുകാർ കണ്ട് കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. വലിയൊരു അപകടം പോലും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ 4 വയസ്സുകാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ആ പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നാട്ടുകാരുടെ ഒരു സമയോചിതമായ ഇടപെടൽ ഈ അപകടം ഒഴിവാക്കി കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഈ പല പ്രദേശങ്ങളിലും ഇത്തരം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ആലുവ മേഖലകളിൽ ഒരു ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശത്ത് കാരോത്തൂഴി ഭാഗത്തൊക്കെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊച്ചിയിലെമ്പാടും കനത്ത മഴയാണ്. ഇടറോഡുകളടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ്.